എൻ്റെ ഗുരു എന്നിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം എന്നോട് ഒരിക്കലും അനാസ്ഥ കാണിക്കാതെ സദാ രക്ഷിച്ചുകൊണ്ടിരുന്നു. ഞാൻ അദ്ദേഹത്തോടു കൂടി താമസിക്കുകയും ചിലപ്പോൾ വേറിട്ട് നിൽക്കുകയും ചെയ്തു. എന്നിട്ടും എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് കമ്മി വന്നതായി ഒരിക്കലും അനുഭവപ്പെട്ടില്ല. അദ്ദേഹം ആമ എപ്രകാരം പുഴയ്ക്ക് അക്കരെയുള്ള കുഞ്ഞുങ്ങളെ ദൃഷ്ടി കൊണ്ട് രക്ഷിക്കുന്നുവോ അതുപോലെ എപ്പോഴും എന്നെ പ്രേമാർദ്ര ദൃഷ്ടികൾ കൊണ്ട് രക്ഷിച്ചു. ഓം സായിറാം. ബാബയുടെ അനുഗ്രഹത്താൽ ബാബ ഭക്തയായ എൻ്റെ പേര് ബബിത എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പേയാട് സ്വദേശിനിയാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഈ വാചകങ്ങൾ സായി സച്ചരിതത്തിലെ 18-ാം അധ്യായം അതിൽ മിസ്സിസ് രാധാബായി ദേശ്മുഖിനോട് ഭഗവാൻ പറയുന്ന വാക്കുകളാണ്. ഒരനുഭവ കഥ പറയാനായി രതീഷ് ജി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഭഗവാനെ, ഞാൻ എന്താണ് അങ്ങയെക്കുറിച്ച് പറയേണ്ടത്? അങ്ങ് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ എത്ര പറഞ്ഞാലും മതിയാകില്ല. കാരണം ഒരുപാട് അനുഗ്രഹങ്ങളാണ് അദ്ദേഹം ബാബ എനിക്ക് വാരിക്കോരി തന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു ബാബ ഭക്തയായി ഇതിന് പിന്നാലെ ഒരുപാട് ഒരു വർഷത്തെ ഒരു പുറകിലോട്ട് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2006 കാലഘട്ടത്തിൽ അന്ന് എനിക്ക് ടീച്ചിങ് പ്രൊഫഷനായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് രാവിലെ 7 മണിക്ക് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് വൈൻഡപ്പ് ആവുന്ന ഒരു സിസ്റ്റത്തിലാണ് ഞാനന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ടീച്ചിങ് പ്രൊഫഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വീടെത്താറായി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ബസ് ഇറങ്ങി കുറച്ച് നടക്കേണ്ടതുണ്ട്. അപ്പം ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു കൃഷ്ണക്ഷേത്രമുണ്ട്. അതായത് ഒരു അന്ന് നമ്മൾ താമസിച്ചിരുന്ന ഒരു തളിയൽ ഭാഗത്തായിരുന്നു. അപ്പം തളിയൽ എന്ന് പറയുന്ന ആ ഒരു ചുറ്റുപാടെന്ന് പറയുന്നത് ഒരു ക്ഷേത്രങ്ങളും അഗ്രഹാരങ്ങളും ഒക്കെ ഉള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാഹ്മണ തെരുവുണ്ട്. ആ തെരുവിന് നടുക്കായിട്ടൊരു കൃഷ്ണ ക്ഷേത്രമുണ്ട്. ഉണ്ണിക്കണ്ണനാണ് ശരിക്കും. നല്ല ഭംഗിയുള്ളൊരു ഉണ്ണികൃഷ്ണ ക്ഷേത്രമായിരുന്നു അത്. അപ്പോൾ ശരിക്കും ആ അമ്പലത്തിൻ്റെ നേരെ എതിരെ എത്തിയപ്പോൾ, അതായത് ആ അമ്പലത്തിൽ ഭഗവാൻ റോഡിലേക്ക് നോക്കിയിരിക്കുന്ന വിഗ്രഹമാണ്. അപ്പം ആ അമ്പലത്തിനോട് അടുത്ത് എത്തി ഞാനിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് കുനിഞ്ഞ് കാലടി നോക്കുന്ന സമയത്തായപ്പോഴത്തേക്കും ഒരു ചെറിയൊരു കലണ്ടർ പോലെ എനിക്ക് ഇങ്ങനെ കമന്ന് കിടക്കുന്നതായിട്ട് ആണ് കണ്ടത്. കലണ്ടർ ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പം ഒരു ഉൾപ്രേരണ കൊണ്ട് അത് ഉച്ച സമയത്താണ് ശരിക്കും പറഞ്ഞത് സംഭവിക്കുന്നത്. ദിവസം എനിക്ക് കൃത്യമായി ഇപ്പോൾ ഓർമ്മയില്ല, എന്നാലും 2006 കാലഘട്ടത്തിലാണെന്നുള്ളത് വ്യക്തമാണ്. അപ്പം ആ ഒരു കാലടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു കലണ്ടർ കാണുന്ന ആ ഒരു ചെറിയ പേപ്പറിലേക്ക് ഞാൻ ചവിട്ടും. അപ്പോൾ എന്തോ ഒരു ഉൾപ്രേരണ കൊണ്ട് ഞാൻ ചവിട്ടാതെ അതിനെ എടുത്തൊന്ന് മറിച്ച് നോക്കിയപ്പോൾ കാണുന്നത് ഭഗവാന്റെ ഒരു ഫോട്ടോയാണ്. അതായത് ഷിർദി സായി ബാബയുടെ ഒരു ഫോട്ടോ ആണ് കാണുന്നത്. അതിനകത്ത് തമിഴിലായിട്ട് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. എനിക്ക് തമിഴ് കേട്ടാലും മനസ്സിലാകും, പറയാനും അറിയാം, പക്ഷേ അത് എഴുതാനോ വായിക്കാനോ അറിയില്ല. അപ്പോൾ എൻ്റെ ചേട്ടത്തി, അതായത് എൻ്റെ ചേട്ടൻ്റെ ഭാര്യ തമിഴ് വായിക്കാനറിയാം, സംസാരിക്കുന്ന ആളുമാണ്. അപ്പോൾ എന്തോ ഒരു ഉൾപ്രേരണ കൊണ്ട് ഞാൻ ഈ ഫോട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോയി. നേരെ ഫോട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോയത് അപ്പാടെ തന്നെ ഞാനത് എൻ്റെ ചേട്ടത്തിയോട് കാണിക്കുകയും ചേട്ടത്തി അത് വായിച്ചിട്ട് പറഞ്ഞത് ഷിർദി സായി ബാബ ഞാൻ ഇരിക്ക ഭയമേത് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത വരിയുണ്ട്, പക്ഷെ ആ വരിയിലെ അങ്ങേ അറ്റത്തെ വാചകം നന്നായി എനിക്ക് ചേട്ടത്തി പറഞ്ഞത് ഓർമ്മയുണ്ട്. അതിൽ ബാബുജി എന്നാണ് എഴുതിയിരിക്കുന്നത്. ബാപ്പുജി എന്നായിരിക്കാം, അല്ലെങ്കിൽ ബാബാജി എന്നായിരിക്കാം. ചേച്ചി പറഞ്ഞത് ബാബുജി എന്നാണ് പറഞ്ഞത്.
അന്ന് ആ ഒരു ഇതെനിക്കിങ്ങനെ മനസ്സിൽ വന്നു. ഫോട്ടോ കിട്ടി. ഞാനതിനെ എൻ്റെ പേഴ്സിൽ സൂക്ഷിച്ചു വെച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് അതുവരെയും ഷിർദി സായി ബാബ ആരാണെന്നറിയില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ഐശ്വര്യ. അവളും ഞാനും 10th വരെ ഒന്നിച്ചാണ് പഠിച്ചത്, 12th വരെയും ഒന്നിച്ചാണ് പഠിച്ചത്. അപ്പം അവളുടെ വീട്ടിലേക്ക് പോകുമ്പോഴെല്ലാം അവിടുത്തെ അമ്മ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള, ആ വീട്ടിലുള്ള എല്ലാവരും വളരെ സ്പിരിച്വലായിട്ട് അങ്ങേറ്റം ഉയർന്നു നിൽക്കുന്നവരും ജപ ഹോമാദികൾ നടത്തുന്നവരും ഒക്കെയാണ്. അപ്പം അവിടെ ഇങ്ങനെ തമിഴ് ചാനലൊക്കെ ഇടുന്ന സമയത്ത് ഷിർദി സായി ബാബയുടെ ഇതൊക്കെ കാണാറുണ്ട്. എന്നല്ലാതെ ഷിർദി സായി ബാബ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ഈ ഫോട്ടോ കിട്ടി, അതങ്ങനെ കയ്യിൽ വെച്ചു. അത് കഴിഞ്ഞ് 2 വർഷം കടന്നുപോയി. അപ്പോഴും ഫോട്ടോ ഞാൻ കളഞ്ഞിട്ടില്ല, എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വിവാഹ സംബന്ധമായ ഒരു ഹോമം എൻ്റെ വീട്ടിൽ നടത്തുകയുണ്ടായി. വിവാഹത്തിന് ചില തടസ്സങ്ങളൊക്കെ നേരിട്ടപ്പോൾ ഒരു ഹോമം നടത്തുകയുണ്ടായി, ലക്ഷ്മി നാരായണ പൂജ. അപ്പോഴത്തേക്കും ആചാര്യൻ ആയിട്ടുള്ളത് നമ്മുടെ കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരിയായിരുന്നു. അദ്ദേഹം ഒഴിവ് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ദൈവിക എന്തെങ്കിലും കളഞ്ഞു കിട്ടിയോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് കളഞ്ഞു കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വല്ല സ്വർണ്ണമോ പണമോ ഒക്കെയാണ് പെട്ടെന്ന് മനസ്സിൽ വരിക. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അല്ല, എന്തോ ദൈവികപരമായി കിട്ടിയതായിട്ട് കാണുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ചേട്ടത്തേക്ക് ഇങ്ങനെ ഓർമ്മ വന്നു. ആ ഫോട്ടോ എടുത്ത് കാണിച്ചപ്പോഴത്തേക്കും ഇരിക്കട്ടെ, ഭദ്രമായി ഇരിക്കട്ടെ, ഭാവിയിൽ അറിയും എന്നിങ്ങനെ മാത്രം പറഞ്ഞതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ വിവാഹം 2008 മാർച്ചിലാണ് ഹോമം നടക്കുന്നത്. 2008 ജൂണിൽ തന്നെ വിവാഹം നിശ്ചയം നടന്നു. ഒരു വലിയ ഒരു കോയിൻസിഡൻസ് എന്ന് പറയാൻ കഴിയുന്നത്, വിവാഹം കഴിക്കാൻ വന്ന ആളുടെ പേര് ബാബുജി എന്നായിരുന്നു. അപ്പോഴൊന്നും എനിക്കത് സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. കാര്യം ഈ ഫോട്ടോയിൽ എഴുതിയിരിക്കുന്ന അവസാനത്തെ വാചകവും ബാബുജി എന്നാണ്. പക്ഷേ അന്നും എനിക്കത് മനസ്സിലൂടെ ഒന്നും പോയില്ല. ബാബുജി എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്നെ വിവാഹം നമ്മൾ കഴിഞ്ഞത്. അപ്പോൾ നവംബർ 10-ാം തീയതിയാണ്, 2008 നവംബർ 10-ാം തീയതിയാണ് വിവാഹം കഴിഞ്ഞത്. അപ്പോൾ അതെല്ലാം ആ സമയത്തൊക്കെ ഈ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ശരിക്കും പറഞ്ഞാൽ കൊറോണ, അപ്പം ഞാൻ അപ്പോഴും ടീച്ചിങ് പ്രൊഫഷൻ തന്നെയായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്റ്റിലായിട്ടുള്ള DDU GKയിലെല്ലാം ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം എന്ന് പറയാമോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ പേഴ്സ് മാറും തോറും, അതായത് നമുക്ക് പേഴ്സ് നമ്മൾ ഉപയോഗിക്കും, അത് ചീത്തയാകാം, കീറിപ്പോകാം, ഫെയ്ഡാകാം, കളറ് മങ്ങാം, ഒക്കെ സംഭവിക്കാം. ചിലപ്പോൾ ഒരുപാട് കാശ് അതിനകത്ത് വരും, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അപ്പോഴെല്ലാം ഈ പേഴ്സിൽ മാറി മാറി ഞാൻ സൂക്ഷിച്ചിരുന്ന ബാബയുടെ ആ ഫോട്ടോ ആയിരുന്നു. അത് കഴിഞ്ഞ് 2020 ആയപ്പോഴത്തേക്കും നമുക്ക് കോവിഡ് മഹാമാരി വന്നു. അപ്പോഴത്തേക്കും ടീച്ചിങ് പ്രൊഫഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൽ നിന്നുപോയി. ശരിക്കും പറഞ്ഞാൽ പിന്നീട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി പഠിപ്പിക്കാനായിട്ട് കിട്ടിയില്ല. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ ജോലി അന്വേഷിച്ച്, അതായത് കൊറോണ സമയം, ആ സമയത്തിന് മുന്നേ നമുക്ക് വീട് പണി ഒക്കെ നടക്കുന്ന ടൈമൊക്കെ ആയിരുന്നു. അപ്പം വീട് പണി അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ജോലിക്ക് പോയേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ കൊറോണയൊക്കെ ഒന്ന് മാറി നിന്ന സമയത്ത് 2020 നവംബറിൽ 4-ാം തീയതി ഞാനൊരു ജോലി സ്ഥലത്തേക്ക് പോയി, കേരള ഡെൻ്റൽ കൗൺസിൽ. അവിടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു യാദൃച്ഛികമെന്നോണം അവിടെ ഈ ഫോട്ടോയെക്കുറിച്ച് ഞാനിങ്ങനെ ഒരാളോട് സംസാരിക്കുകയും, അപ്പോഴത്തേക്കും അദ്ദേഹം പറയുവാണ് ഇവിടെയുള്ള ഏകദേശം എല്ലാവരും സായിബാബ ഡിവോട്ടിയാണ്, ഇവിടെ ഒരു അമ്പലത്തിൽ എല്ലാവരും പോവാറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യവട്ടം നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ അടുത്തായിട്ട് വരും, അവിടെയായിട്ടൊരു മങ്ങാട്ടുകോണം ഷിർദി സായിബാബയുടെ അമ്പലമുണ്ട്, അവിടെയാണ് നമ്മൾ പോകുന്നതെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ മങ്ങാട്ടുകോണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് പോയത്, എനിക്ക് അവിടെ ഒരു കൂട്ടുകാരിയുണ്ട്, അഞ്ജു എന്ന് പറഞ്ഞിട്ട്, വളരെ ഒരാത്മസുഹൃത്ത്, ഒരു സഹോദരി ഒക്കെയാണ്. അപ്പം അഞ്ജുവിൻ്റെ വീട്ടിൽ ഈ കൊറോണയ്ക്ക് മുന്നേ ഒരു 2018-19 കാലഘട്ടത്തിൽ
അവളുടെ വീട്ടിലേക്ക് ഞാൻ പോകാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പം ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെയാണ് അവളുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു സർപ്രൈസ് ഒരു വിസിറ്റ് നടത്താമെന്ന് പറഞ്ഞ് നമ്മൾ ആ സ്ഥലത്തെത്തുകയും, പക്ഷെ പിന്നീട് നമുക്ക് വഴി ആകെ കൂടി കൺഫ്യൂഷനായി ഒരു സ്ഥലത്ത് ചെന്ന് കയറി, ഒരു സ്റ്റെപ്പ് ചെന്ന് കയറി ഒരു സ്ഥലത്ത് ഞങ്ങൾ ചെന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ അതൊരു ക്ഷേത്രമായിരുന്നു. ആ ക്ഷേത്രം അന്ന് ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ അത് അടച്ചിട്ടിരിക്കുന്നു. പക്ഷെ അവിടെ 1-2 ആൾക്കാരുണ്ടായിരുന്നു. അവിടെ എന്തോ ഒരു വിശേഷപ്പെട്ട ദിവസം ആയിരുന്നു എന്ന് നമുക്കത് മനസ്സിലായി. കാര്യം ഒരു ഉത്സവ പ്രതീതിയൊക്കെ കഴിഞ്ഞൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ഞങ്ങളെ വിളിക്കും. ഞങ്ങൾ വഴിതെറ്റി എവിടെയോ വന്ന് നിൽക്കുവാണ് എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ ഇവിടെ അമ്പലമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളവിടെ വായിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ശ്രുതി സായി ബാബയുടെ അമ്പലമാണെന്നുള്ള ബോർഡൊക്കെ കണ്ടു. അവിടെ ഒരു സ്വാമിജിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവൾ പറഞ്ഞു ഞാൻ എൻ്റെ അപ്പച്ചിയെ വിടാം എന്ന് പറയുകയും അപ്പച്ചി വന്ന് ഞങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിലാണ് ഈ കേരള ഡെൻ്റൽ കൗൺസിലുള്ള സ്റ്റാഫുകളുമൊക്കെ ആരാധിക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ, വഴിതെറ്റി ഞാൻ അവിടേക്ക് പോയത് ഈ അമ്പലമാണല്ലോ എന്നിങ്ങനെ തിരിച്ചറിഞ്ഞ ഒരു നിമിഷം. അതായത് എന്തോ എന്നെ വിടാതെ ഇങ്ങനെ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു ദിവസമായിരുന്നു അത്. ഞാൻ വഴിതെറ്റിയാണെങ്കിലും അങ്ങയുടെ അടുത്തേക്കാണല്ലോ ഞാൻ എത്തിയത് എന്നുള്ളത് എനിക്കൊരു മിന്നൽ പോലെ ഒരു ചിന്ത എനിക്കപ്പോൾ പോയി. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ബാബയെ അറിയാനുള്ളൊരു അവസരം ഇങ്ങനെ വഴി തെളിച്ച് അദ്ദേഹം തരുമായിരുന്നു. കാര്യം സായി സച്ചരിതത്തെക്കുറിച്ച് അവിടെയുള്ളവർ വഴി, ഭദ്രൻ സാറ് വഴിയും രാജശ്രീ മാഡം വഴിയും എല്ലാം അറിയാനും ഒരു സായി സച്ചരിതത്തിൻ്റെ ഒരു ബുക്ക് എനിക്ക് അവിടെ നിന്ന് ലഭിക്കുകയും, അതുകൂടാതെ ഞായറാഴ്ച പാരായണം എന്ന് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും നമ്മുടെ DFOs ആയിരുന്ന സനിൽ സാർ വഴി ആഡ് ആവുകയും, അങ്ങനെ ഞാനത് ഫോണിൽ കൂടി ഞായറാഴ്ച സായി സച്ചരിതം വായിക്കാറും പതിവായിരുന്നു. അങ്ങനെ അതിൽ നിന്നായിരുന്നു ശരിക്കും പറഞ്ഞാലൊരു തുടക്കം. ബാബയെ അറിയാനായി ഞാൻ, അല്ലെങ്കിൽ അദ്ദേഹം എനിക്കൊരവസരം, ഇത്രയും ദിവസം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, നീ എന്നെ കളഞ്ഞില്ല, ഫോട്ടോ കിട്ടിയിട്ടും നീ എന്നെ കളഞ്ഞിട്ടില്ല, അപ്പം ഞാനിനി എന്താണ് എന്ന് നിനക്ക് പരിചയപ്പെടുത്തി തരാം, അല്ലെങ്കിൽ ഞാൻ എന്താണ് എന്ന് നിനക്ക് ബോധ്യപ്പെടുത്തി തരാമെന്ന് ഭഗവാൻ നിശ്ചയിച്ച ആ ഒരു സമയം. അതായത് ഫോട്ടോ കിട്ടി 2006 എനിക്ക് കിട്ടുന്നത്. 2020 ശരിക്കും ഭഗവാൻ ആരാണ് എന്ന് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നിരുന്നത്. അപ്പോൾ ഇതിനു മുന്നേ തന്നെ ഞാനിങ്ങനെ ആമയെ സ്വപ്നം കാണുമായിരുന്നു. എന്താണ് എന്ന് അറിയില്ല. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ആഴ്ചയിലൊരു 3-4 ദിവസവും ഇങ്ങനെ ആമയെ സ്വപ്നം കാണുമായിരുന്നു. ഞാനിപ്പോൾ വായിക്കാൻ എടുത്തപ്പോഴും എനിക്ക് കിട്ടിയത് ആമയെ കുറിച്ച് തന്നെയായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഒരാളെ, ആമ എങ്ങനെയാണോ പുഴയ്ക്കക്കരയിലുള്ള കുഞ്ഞുങ്ങളെ നോക്കി പരിപാലിക്കുന്നത് എന്ന് ഭഗവാൻ എനിക്ക് കാണിച്ചു തരുന്ന ആ ഒരു നിമിഷം ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകുന്നു. കാര്യം ഇതിനപ്പുറം വേറെ തെളിവുകളൊന്നും തരാനില്ല ഭഗവാന് കൂടെ ഉണ്ട് എന്നുള്ളത് പോലെ. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ഗ്രൂപ്പിൽ ആഡാവുകയും, അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും, സായി സച്ചരിതം വായിക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കും ശരിക്കും ഭഗവാൻ ആരാണ് എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്നും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ പിന്നൊരു അവസരം കിട്ടിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ദത്താത്രേയരെക്കുറിച്ച് അറിയാനായിട്ട് ഒരു അവസരം കിട്ടി. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതം വായിക്കാനുള്ള ആ ഗ്രന്ഥം പാരായണം ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അത് എഴുതിയ പുണ്യാത്മാക്കളെ പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ അതിൽ ശരിക്കും ഭഗവാൻ ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, എനിക്ക് പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല. ഭഗവാൻ തന്നെ എല്ലാം ചെയ്യുന്ന ഒരു ലീലയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ പിന്നീട് ഭഗവാനെക്കുറിച്ച് നമുക്ക് ഭഗവാനെക്കുറിച്ച് ഒരു നിമിഷം പോലും
ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം എല്ലാത്തിലും ഭഗവാനെ കാണാനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടാവും. അതുപോലെ ഒരു യാത്ര പോകുന്നു, അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ കൂടെ ഉണ്ടാവണേ. അപ്പോൾ പക്ഷേ അത് ഭഗവാൻ ചിത്രരൂപത്തിൽ നമുക്ക് കാണിച്ചു തരും. എവിടെയായാലും ഒരു പിന്നെ വണ്ടിയുടെ ബാക്കിൽ ഫോട്ടോ ആയിട്ടോ, നമ്മളിപ്പോൾ ഒരു തീർത്ഥയാത്രയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറുന്ന ഹോട്ടലിലവിടെ സായിയുടെ ഫോട്ടോ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ എല്ലാത്തിലും പ്രസൻസ് കാണിച്ചു തരും, ഫോട്ടോയിലൂടെ പ്രസൻസ് കാണിച്ചു തരും. സായി സച്ചരിതത്തിലും അത് തന്നെയാണ് പറയുന്നത്. ചിത്രരൂപത്തിൽ ഭഗവാൻ നമ്മുടെ അടുക്കളയിലേക്ക് ആദ്യം വരികയും പിന്നെ ഭഗവാന്റെ ലീലകൾ ഭഗവാൻ കാണിച്ചു തരികയും ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ എവിടെ പോയാലും ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം, എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും ഭഗവാന്റെ ഫോട്ടോ കാണാൻ പറ്റും. അല്ലെങ്കിൽ സായിറാം എന്ന് വിളിക്കുന്ന ഒരു വാക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ ഒരിക്കൽ രാമേശ്വരത്ത് പോയ സമയത്ത് പിന്നെ അതിനു മുന്നേ പിന്നെ എനിക്ക് ഷിർദിയിൽ പോകാനുള്ളൊരവസരം കിട്ടി. അപ്പം ഉതി അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. ഇതെല്ലാം കരുതി വയ്ക്കാനും ഒക്കെയുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ അതൊക്കെ വളരെ വലിയൊരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉള്ള സംഭവം, ഒരു ദിവസം രാമേശ്വരത്ത് ഇങ്ങനെ പോകാൻ പറ്റിയപ്പോൾ അപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ യാത്ര കാറിലാണ്, അപ്പോൾ ഭഗവാൻ കൂടെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രകാരം ഇങ്ങനെ ചുറ്റി നടന്ന സമയത്ത് എൻ്റെ കണ്ണിൽ പെട്ടതാണ് തറയിലെ ഒരു ഉതി കിടക്കുന്നത്, ഷിർദിയിലെ ഉതി, രാമേശ്വരത്ത് വെച്ച്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് അന്തം വിട്ടുപോയി. കാര്യം ഉടനെ ഞാൻ ചെന്ന് അതെടുത്തു. കാര്യം ഒരുപാട് പേര് ആ വഴി അതിനെ ചവിട്ടി പോയിട്ടുണ്ടാകാം, അതിനെ പാസ് ചെയ്ത് പോയിട്ടുണ്ടാകാം, ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ കണ്ണിൽ കാണാനും അതെടുത്ത് നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കാനും അതെല്ലാവരോടും കാണിച്ചപ്പോൾ എല്ലാവരും ഒന്ന് അത്ഭുതപ്പെടാനും. കാര്യം രാമേശ്വരത്ത് നിന്ന് ഷിർദി സായിബാബയുടെ ഒരു ഊതി കിട്ടുക എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. കാര്യം ഉതി മുന്നേ കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അത് ഭഗവാന്റെ ഉതിയാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അത് മുമ്പ് കണ്ടിട്ടുള്ളത് കൊണ്ടും അത് നെറ്റിയിൽ പ്രസാദമായിട്ടിട്ടുള്ളത് കൊണ്ടും എല്ലാം ആ പൊതി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുകയും വളരെ ആശ്ചര്യത്തോടു കൂടി എല്ലാവരും പറയുകയും ചെയ്തു, ഇത് ഭഗവാൻ തന്നത് തന്നെയാണ്. ശരിയാണ്, ഭഗവാൻ തന്നത് തന്നെയാണ്. കാര്യമില്ലെങ്കിൽ അത് എൻ്റെ കയ്യിൽ വന്ന് പെടാൻ ഒരു മാർഗവും ഇല്ല. ഒക്കെ ശരിക്കും ഒരു ഭക്തിയുടെ അങ്ങേ അറ്റം, ഒരു പരമാനന്ദം അനുഭവിക്കാൻ ഒരു ഭാഗ്യമുണ്ടാവുക എന്ന് പറയുന്നത് വളരെ വലിയ അനുഗ്രഹം തന്നെയാണ്. കൂടാതെ ഞാൻ ഗുരുവായി ആരാധിക്കുന്ന സുരേഷ് ജി, അദ്ദേഹം ഇങ്ങനെ എൻ്റെ സായി സച്ചരിതം ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ വായിച്ചിടാറ് ഉള്ളത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബബിത എല്ലാ ചാപ്റ്റേഴ്സും വായിച്ച് ഒന്ന് പെൻഡ്രൈവിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയതോടൊപ്പം അദ്ദേഹം തന്നെ നായസ് ബ്ലോഗിൽ 7-ാം അധ്യായം മുതൽ പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള 31-ാം അധ്യായം വരെ 32-ാം അധ്യായം വരെ എനിക്ക് വായിച്ച് ആ ഗ്രന്ഥം സായി സച്ചരിതം പാരായണം ചെയ്ത് ഓരോ അധ്യായം ഇടാനും അതിലെന്നെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന സുരേഷ് ജി ആയാലും രതീഷ് ജി ആയാലും ഗിരിജാമ ആയാലും അജിത് സായി ആയാലും അങ്ങനെ ഒരുപാട് എണ്ണമറ്റ ഗുരുതുല്യരായ സഹോദര തുല്യരായ ഒരുപാട് പേരുടെ അനുഗ്രഹം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാബ നൽകാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൂടാതെ എൻ്റെ ചേച്ചി സായി ഭക്തയായി മാറിയതും അങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സഹജീവികളോടുള്ള കരുണ നമുക്ക് ഒരു ഭാഗത്തുനിന്നൊരു ആ ഒരു അനുഗ്രഹം, അവരോട് അങ്ങനെയുള്ള ഒരു പെരുമാറ്റം നമുക്ക് വരാനും, കൂടാതെ എന്തിലും ഒരു സായി മയം, അൻപേ ശിവം എന്ന് പറയുന്നത് പോലെ എല്ലാത്തിലും ഒരു സായി മയം നമുക്ക് കാണാനായിട്ട് സാധിക്കാനും ഒക്കെ ഉള്ള അനുഗ്രഹമുണ്ട്. കൂടാതെ നമ്മുടെ ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതത്തിൽ സായിയുടെ അവതാരോദ്ദേശം അല്ലെങ്കിൽ ഹനുമാൻ്റെ അവതാരോദ്ദേശം എന്ന് പറയുന്ന ഒരു വിവരണമുണ്ട്. അപ്പം അതിലാണ് സായിയെക്കുറിച്ച് കൂടുതൽ പറയുന്നത്. അപ്പം
പണ്ട് ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോവുകയും വെറ്റമാല ചാർത്തുകയും ഒക്കെ എൻ്റെ ഒരു +2 കാലഘട്ടത്തിലൊക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ വായിച്ച സമയത്ത് എനിക്കൊരാഗ്രഹം തോന്നി മരുത്വമലയിൽ പോകണമെന്ന്. അപ്പം എന്തിനും കൂടെ നിൽക്കുന്ന, എന്തിനും സപ്പോർട്ടായി നിൽക്കുന്ന എൻ്റെ നല്ല പാതി ഒരു ദിവസം ബുള്ളറ്റിൽ അദ്ദേഹമായി ഞാൻ പോയി, മരുത്വമലയിൽ പോയി. വളരെ പിന്നെ ശാന്തവും എന്നാൽ വളരെ പവിത്രവുമായൊരു സ്ഥലമാണ് മരുത്വമല, കന്യാകുമാരി ജില്ലയ്ക്കടുത്ത്. അവിടെ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്, പിള്ളത്തടം ഗുഹയുണ്ട്. ആ ഗുഹയിലാണ് ശ്രീനാരായണ ഗുരു 7 വർഷം തപസ് അനുഷ്ഠിച്ച് ആത്മജ്ഞാനം കിട്ടിയതായി പറയപ്പെടുന്നത്. അപ്പം നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങൾ തീർത്ഥാടന കാലം കൂടിയാണ്. അപ്പം ഞങ്ങൾ പോയത് ആ ഒരു തീർത്ഥാടന സമയത്തായിരുന്നു. അവിടേക്ക് ഈ പിന്നെ ശ്രീ വല്ലഭചരിതാമൃതം ബുക്കുമായി നമുക്ക് പോവുകയും അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഹനുമാൻ്റെ അവിടെ ഒരു അമ്പലമുണ്ട്, ഓപ്പണായിട്ടുള്ളൊരു അമ്പലമാണ്. പക്ഷെ കൂരയുണ്ടെങ്കിലും നമുക്ക് 4 ചുറ്റുപാടും നല്ല ദൃശ്യഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്പം അന്നവിടെ ഒരുപാട് ഭക്തരുണ്ടായിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് ശ്രീ വല്ലഭചരിതാമൃതം വായിക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. അപ്പം ഇതെല്ലാം സായിയപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇപ്പോഴും എന്നെ നയിക്കുന്നതും ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും എല്ലാ കാര്യങ്ങൾക്കും, കുടുംബത്തിനെ സംരക്ഷിക്കുന്നതാകട്ടെ, എല്ലാ കാര്യങ്ങളും അപ്പനില്ലാതെ നടക്കില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ മടിച്ചാലും എന്നെ വിട്ടുപോകാതെ അദ്ദേഹം എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. സായിറാം, സായിറാം, സായിറാം. ജന്മപുണ്യമാണു നീ സായി രാമസുന്ദര, നീയല്ലാതില്ല എൻ നിമിഷങ്ങളെന്നുമേ.